Hello guys, welcome back to Foodholic. We are going to Munnar. ഗൈസ് ഇപ്പൊ സമയം 2 മണി. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാ. ഇപ്പഴ എത്തിയത് അടിമാലി എത്തി ഗൈസ്. 2 മണിയായിട്ടേ ഉള്ളൂ. എന്താ ഇപ്പൊ തോന്നുന്നത്? അനക്ക് കട്ടൻ കാപ്പി. എനക്കുള്ളതാ. കാപ്പി എങ്ങനെയുണ്ട്? കുടിച്ചു നോക്കിയോ? കോഫി ചിക്കറി. ഇതില് 80% കോഫി 20% ചിക്കറി. ഒന്നും ചോദിച്ചില്ല. ജലീദ്ക എന്താണ് അഭിപ്രായം? ഇത്രയും സമയമുള്ള സമയം എങ്ങോട്ടേക്കാ? കൊളക്കുമല. ഞാൻ തന്നെ പറഞ്ഞു പോടുന്നു. ഗൈസ് നമ്മളിപ്പോ കൊളക്കുമലയിൽ പോകാൻ പോവാൻ സമയം ഇപ്പൊ 4-5 മണി. ഇതാണിപ്പോ നമ്മള് പോകുന്ന ജീപ്പ്. എല്ലാരും ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല കേട്ടോ, കൊറേ ജീപ്പുണ്ട്. 2-3 ജീപ്പിലായിട്ടാണ് പോകുന്നത്. കാണാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല കുലുക്കായിരുന്നു. ഇനി ഞങ്ങള് കൊളുക്കുമലയിലേക്ക്
അഴകഴുകി സല്ലാപമായി സംഗീതമായി വെണ്ണിലവും തെന്നലും ആദ്യമായി നാദ്യമായി കരളിൽ നദിയൊഴുകി ഉൾനാമ്പ് പോൽ ഉൾനാമ്പിലും നീരണിയാ വൈരമായി നൊമ്പരമോ. എന്താ വാങ്ങി? കടല പുഴുങ്ങിയ കടല ഇത് ചോളല്ലേ? ചോളല്ല. ആണോ? വേണ്ട വേണ്ട, ഇത് മതി. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് രവി. ഇത് പുതിയ അസിസ്റ്റന്റാ? അതെ. കേരളത്തിൽ നിന്ന് ഇറക്കിയല്ല, ഇവിടെ നിന്ന് ഇറക്കിയല്ല, കോഴിക്കോട്. ഹന്ന ഇപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നത്? എന്തിനാണ്? അശ്വിൻ അടിപൊളിയായിട്ടുണ്ട്, നോക്കണ്ടായി. പൊളിയാണ് ഫുള്ള്. ഗുഹയിൽ പോയിട്ട് എന്താ എക്സ്പീരിയൻസ് ചെയ്ത പറ. ഞാൻ ഇതുവരെ കാണത്തിട്ട് പ്രത്യേക തരം ഗുഹയാണ്. മുകളിൽ കയറി പോയാലും ഇത് തീർന്നില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക അത്ഭുതം ഇവിടെ ഉണ്ട്. എല്ലാവരും ഈ ഗുഹ വന്നിട്ട് വിസിറ്റ് ചെയ്യണം. ഇത് കള്ളന്മാരുടെ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. ജലീദൊക്കെ തള്ളിയിട്ട് പെട്രോൾ വേണ്ട വരുമല്ലോ വണ്ടി പോകാൻ. ഇത്രയും ഇത് കള്ളന്മാരുടെ ഗുഹയല്ല, വൈകുന്നേരം തగ్గടിക്കുന്ന ഗുഹ. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. ഇതാ നമ്മളിപ്പോ എവിടെയുള്ളേ? ശരിക്കും ഇപ്പൊ എവിടെയുള്ളത്? ശരിക്കും ഇപ്പൊ എവിടെയുള്ളേ? അതെ, ഇപ്പൊ നമ്മള് പോകാൻ പോകുന്ന മനുവേട്ടന്റെ വീട്ടിലേക്കാണ് ഗൈസ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട്. ഇതാണ് ഫിദന്റെ റൂം. ലിവിംഗ് ഏരിയ ഇതാണ് നമ്മളെ റൂം. ഇവിടെ എത്തിയാ എല്ലാ റൂമിലുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ റിസോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്, പൂളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താണത്? ബിരിയാണി അല്ല, പിന്നെ പറഞ്ഞ പോലെ ബിരിയാണി അല്ല കഴിച്ചു, മന്തിയാണ്. മന്തി ഞാൻ അപ്പോഴേ പറഞ്ഞത് എന്നോട് ബിരിയാണി അല്ല മന്തിയാണ്. മന്തിയാണ് കാരണം ഞങ്ങൾക്ക് എന്തായി ഉച്ചക്ക് ബിരിയാണി കിട്ടി. അപ്പൊ ഇന്ന് രാത്രി മന്തിയായിരുന്നു. താങ്ക് യു. മന്തി സിയോസ്. പക്ഷെ ഫുഡ് എങ്ങനെ ഉണ്ടടാ? ഫുഡ് ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ, പറയാനായി. വേഗം കഴിക്കുന്നിട്ട് പറ. ഫുഡ് എങ്ങനെയുണ്ട്? ആദ്യം ബ്ലോഗർ തിന്ന്